ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എസ്ട്രല്ല ഈവ് 2024 വർണ്ണവിസ്മയ കാഴ്ചകൾ കാണാൻ സ്വാഗതം. എസ്ട്രല്ല ഈവ് 2024 മൂന്നാമത്തെ രാത്രിയാണ് കേട്ടോ ഇന്ന്. ആദ്യ ദിനം വളരെ മനോഹരമായ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. വർണ്ണശബളമായ കരോളായിരുന്നു അന്നുണ്ടായിരുന്നത്. തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ടാബ്ലോയും ഒത്തിരി മാലാഖക്കുട്ടികളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് പാപ്പന്മാരടങ്ങിയ മനോഹരമായ ഒരു കരോളായിരുന്നു അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് മൂന്നാം ദിനമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തിന് കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കാണിക്കാം. സ്ക്വയർ ഫീറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള പുൽക്കൂടും കാലിത്തൊഴുത്തും തലയാട്ടി കളിക്കുന്ന ക്രിസ്മസ് പാപ്പയും പിന്നെ ഒരുപാട് നക്ഷത്രങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. എല്ലാം അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്കും അധികം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് വിശദമായിട്ട് തന്നെ ഇവിടുത്തെ പുൽക്കൂടൊന്ന് കണ്ടിട്ട് വരാം. സ്കൂളിലേക്ക് കയറുമ്പോൾ തന്നെ ആട്ടിടയനെയും ഒത്തിരി ആടുകളെയും നമുക്ക് കാണാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ പുൽക്കൂട്ടിലേക്കാണ് പോകുന്നത്. ഈ പുൽക്കൂടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ഈ ക്രിസ്മസ് പാപ്പയുടെ മനോഹരമായ തേര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല ആ തേരിൽ ഒരുപാട് സമ്മാനപ്പൊതികളുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോകുന്നത് ക്രിസ്മസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇതിലേക്കാണ് കേട്ടോ. അവിടെ ഇത് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അവിടെ ഉണ്ണിയേശുവിനെയും അതുപോലെ തന്നെ കാലിത്തൊഴുത്തിലെ മറ്റ് കാഴ്ചകളെല്ലാം തന്നെ കാണാം. ഉണ്ണീശുവിനെ മടിയിൽ കിടത്തിയിട്ട് പുൽത്തടിയിൽ കിടത്തിയിട്ട് നോക്കിയിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും അതുപോലെ ആട്ടിടയന്മാരെയും സമ്മാനങ്ങൾ കൊണ്ടുവന്ന രാജാക്കന്മാരെയും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ മനോഹരമാണ് കേട്ടോ. അതുകൂടാതെ ആകാശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന നക്ഷത്രത്തെയും പിന്നെ മാലാഖയെയും എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ രീതിയിലാണ് ഓരോന്നും ജീവനുള്ള പോലെയാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അത്രയ്ക്കും മനോഹരമാണ് ഇവിടെ ഇതിനുള്ളിലെ കാഴ്ചകളെല്ലാം തന്നെ. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ചാലക്കുടിയിൽ നിന്ന് ഒരു കരോൾ ടീം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾ ആ അവരുടെ വീഡിയോസ് കുറച്ച് എടുത്തു. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതും കൂടി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്.
ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഇത്രയ്ക്കും മനോഹരമായ ഒരു ക്രിസ്മസ് പുതുവത്സര രാവ് ഒരുക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതം തന്നെയായിരിക്കും കേട്ടോ. ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് ഏവർക്കും വരാവുന്നതാണ്. ലൊക്കേഷൻ വരുന്നത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോടാലിയിലാണ് കേട്ടോ. കൊടകരയിൽ നിന്നും കൊടകര കൂടിയും അതുപോലെ തന്നെ വെള്ളിക്കുളങ്ങര വഴി ചാലക്കുടിയിൽ നിന്ന് വരുന്നവർക്ക് വെള്ളിക്കുളങ്ങര കൂടിയും നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇവിടെ വൈകുന്നേരം 6 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് കേട്ടോ ഇവിടെ സമയം വച്ചിട്ടുള്ളത്. എല്ലാവർക്കും സ്വാഗതം. ഇത്രയ്ക്കും മനോഹരമായ ഈ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും കേട്ടോ. വേറെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പോലെ നിങ്ങൾക്ക് ഇത്രയ്ക്കും മനോഹരമായ ഒരു നാടും നഗരവും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ക്രിസ്മസ് രാവ് നിങ്ങൾക്ക് എവിടെ പോയാലും കാണാൻ സാധിക്കില്ല. അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ ക്രിസ്മസ് രാവ്. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന 3-ാമത്തെ ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. കുഞ്ഞു മക്കളുടെ അവധിക്കാലം, എല്ലാവരുടെയും അവധിക്കാലവും ക്രിസ്മസും എല്ലാം ആഘോഷിക്കാൻ എല്ലാവർക്കും നമ്മുടെ കോടാലിയിലേക്ക് സ്വാഗതം. എസ്റ്റല്ല ഈ 2024 വർണ്ണശബളമായ കാഴ്ചകളുമായി ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വർണ്ണവിസ്മയ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ള അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും Happy Christmas and Happy New Year. Thanks for watching. Bye bye.